മീന് താഴെ വീണ്. ഇതെന്താണ് ഞാൻ കാണുന്നത്? പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ജീവിതത്തിലോട്ട് ഇറങ്ങിയെന്ന് പറയാം. വീണ്ടും കണ്ടെത്താത്ത ജീവിതം കണ്ടെത്തി. ഇതെല്ലാ അമ്മമാരും ദാഹിക്കുന്നുണ്ട്, എല്ലാ അപ്പന്മാരും ദാഹിക്കുന്നുണ്ട്. തങ്ങളുടെ മക്കള് അപ്പായ എന്ന് വിളി. അങ്ങനെ അപ്പായ എന്ന് വിളിക്കുന്ന ശബ്ദം വീട്ടിൽ മുടങ്ങട്ടെ. ദൈവവും നിങ്ങൾ അനുഗ്രഹിക്കും. സ്നേഹത്തോട് അമ്മ എന്ന് വിളിക്കുന്ന ആ ശബ്ദം വീട്ടിൽ മുഴങ്ങട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സഹോദരങ്ങളെ, സഹോദരിയെ സ്നേഹത്തോടെ നിങ്ങൾ വിളിക്കുക. വീടിനെ അനുഗ്രഹിക്കും നിങ്ങൾ. ദൈവം നിങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം. ദൈവമേ സ്തോത്രം. സമ്പത്തും സ്വത്തും വകയും ഒന്നുമല്ല ആത്മബന്ധം. എനിക്ക് തോന്നുന്നത് ദരിദ്രരുടെ ഇടയിൽ കുറച്ച് കൂടുതൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒന്ന് നോക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഠിന ദാരിദ്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ദാരിദ്ര്യം തന്നെ ഇന്ന് വരെ നമ്മളെ വിശുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്നത് ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു ആ കൂട്ടായ്മ, സഹോദരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ ബലപ്പെടുത്തുന്നത് നമുക്ക് എപ്പോഴോ സംഭവിച്ച ദാരിദ്ര്യം. ആ ദാരിദ്ര്യം വിലപ്പെട്ടതാണ്. ആ ദാരിദ്ര്യം മഹനീയമാണ്. ആ ദാരിദ്ര്യം ദൈവത്തെ തിരിച്ചറിയാനും ദൈവത്തെ സ്വന്തമാക്കുവാനും സ്നേഹം ശക്തിപ്പെടുവാനും ആ ദാരിദ്ര്യം നമ്മൾ വളരെയേറെ ഉപകരിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആരെടുത്താ സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞത്? ആരെടുത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു? ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. നിന്ന് ശരിക്കും സുവിശേഷം പ്രസംഗിക്കുകയാണ്. ജനം അത് ആത്മാവിൽ ആഴത്തിൽ അത് സ്വീകരിച്ചു. ധനികരോട് പറഞ്ഞാൽ ചിലപ്പോൾ സ്വീകരിച്ചൊന്നും വരില്ല. കാരണം ധനികർക്ക് ആഗ്രഹമുണ്ട്, രക്ഷപ്പെടണമെന്നും സ്വർഗരാജ്യം കിട്ടണമെന്നും നിത്യജീവൻ പ്രാപിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, നിത്യജീവൻ നിനക്ക് ആവശ്യമാണോ? എന്നാൽ നിനക്കുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്റെ പിന്നാലെ വാ. പറ്റുമോ നിനക്ക്? നിങ്ങൾക്ക് പറ്റില്ലെന്നറിയാം. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് സുവിശേഷം പ്രസംഗിച്ചാൽ വില പോകില്ല. ഓഹരിയൊക്കെ നിങ്ങൾ കൊടുത്ത് മനസ്സിനെ സമാധാനപ്പെടുത്തുമായിരിക്കും. പക്ഷെ ഉടയണം, നിങ്ങളുടെ മനസ്സുടയണം. പാറ പോലെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മനസ്സും ഉടഞ്ഞ് അലിഞ്ഞ് ഒന്നായി ചേർന്ന് ഒരു പുതിയ മനുഷ്യനായി നിങ്ങൾ യേശുവിന്റെ തിരുവചനത്തിലൂടെ രൂപപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഭവനം നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം. എത്ര ഭവനത്തിലാണ് മദ്യപാനികൾ നിറഞ്ഞിരിക്കുന്നത്? എത്ര ഭവനത്തിലാണ് അസന്മാർഗികൾ നിറഞ്ഞിരിക്കുന്നത്? എത്ര ഭവനത്തിലാണ് വഞ്ചന നിറഞ്ഞിരിക്കുന്നത്? എത്ര ഭവനത്തിലാണ് കരിഞ്ചന്ത കൊണ്ട് അവർ കച്ചവടം നടത്തുന്നത്? ഒരുപാട് കാര്യങ്ങൾ, ബാക്ക്ഡോർ ബിസിനസ് നടത്തുന്നത് എത്ര ഭവനങ്ങളിലാണ്? എന്നിട്ട് ചോദിക്കുമ്പോ അച്ഛൻ നിവൃത്തിയില്ലാതെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിവൃത്തിയില്ലാതെ. എന്നാ നിങ്ങൾക്ക് നിവൃത്തി വരുന്നത്? പണം എണ്ണി 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 വാരുമ്പോ അത് കൂടുതൽ കിട്ടണമേ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുള്ളൂ. എപ്പോഴാ നിങ്ങൾക്ക് നിവൃത്തിയാകുന്നത്? യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. കർത്താവ് പറയുന്നു, നീ ആശ്രയിക്കുന്ന വടി പോലും എടുക്കണ്ട, ദ്രവ്യം എടുക്കണ്ട, ഈ ചെരുപ്പ് പോലും എടുക്കണ്ടെന്ന് എന്റെ ദൈവം പറയുന്നു. അറിയോ, എനിക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കാൻ പോകുന്ന നിങ്ങൾ ഒരു ബാണം കെട്ടിയെടുക്കേണ്ട, അത് അഴുക്കാണ്. നിങ്ങൾ ലോകത്തിന്റെ സുഖത്തെ നിങ്ങൾ ചുമലിൽ കയറ്റുമ്പോ അത് കട്ട അഴുക്കാണ്. നിങ്ങൾ ഒന്നും എടുക്കാതെ നിങ്ങൾ പോവുക, നിങ്ങളുടെ കൂടെ ഞാൻ വരും. നിങ്ങൾക്കൊന്നിനും ഒരു കുറവുണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊന്നിനും ഒരു കുറവുണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കുറവില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 30, 31, 32 വാക്യത്തിൽ പറയുന്നു. ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. എനിക്കറിയാം നിങ്ങൾക്ക് വിശക്കുമ്പോ, എനിക്കറിയാം നിങ്ങൾക്ക് ഉടുതുണി വേണമെന്ന്, എനിക്കറിയാം നിങ്ങൾക്ക് കിടപ്പാടം വേണമെന്ന്, എല്ലാം ഞാൻ തരും. ഇതിനേക്കാൾ അപ്പുറമൊന്നുമില്ല. നിങ്ങളൊന്നും ഈ കിടപ്പാടത്തെയും ഈ ബാണക്കെട്ടിനെയും ഒന്നും നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകില്ല. നിങ്ങളുടെ ശരീരത്തെ പോലെ ഇവിടെ ഇട്ടേപ്പിച്ചിട്ട് പോകും. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. വളരെ വ്യക്തമായിട്ടല്ലേ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് ശരിയല്ലേ? ഇതാ ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ പോകുകയും പോ. ഒന്നും തിരിഞ്ഞു നോക്കണ്ട, ഒന്നും എടുക്കുകയും വേണ്ട, ഈ നിലയിൽ തന്നെ പോകും. ഞാൻ ഒരിക്കൽ വിചാരിച്ചിട്ടുണ്ട്, അന്ത്യർ കോണത്തിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്,
ഒരു ബൈബിളും എടുത്ത് നടക്കുക. അപ്പോ ആർക്കെങ്കിലും തിരുവചനം കേൾക്കാൻ ആഗ്രഹം ഉണ്ടാകും, അവിടെ ഞാൻ പറയും. തിരുവചനം കേൾക്കാൻ ആഗ്രഹമില്ലാത്തവരുടെ ഇടയിൽ പോവില്ല, അവർക്ക് നാളെ ആഗ്രഹം ഉണ്ടാക്കും, അത് വേറെ കാര്യം. പക്ഷേ എന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ അച്ഛൻ ഒരിടത്തും പോകണ്ട എന്ന് പറഞ്ഞു. ഒരു മാലാഖ വന്നു പറഞ്ഞു, ഒരിടത്തും പോകണ്ട, ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്ത് പോകണം, ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്ത് ധ്യാന കേന്ദ്രം ഉണ്ടാക്കണം, അവിടെ 10,000 വരും, പോകണ്ട. അതിനുശേഷമാണ് എൻ്റെ തീരുമാനം ഞാൻ മാറ്റിയത്. എനിക്ക് ഉന്നതങ്ങളിൽ ഇങ്ങോട്ട് വലിയ സ്ഥാനത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ദൈവത്തെ അറിയണമെന്ന്, എല്ലാവരും ദൈവത്തെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തെ എല്ലാവരും അറിയുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടണമെന്നുണ്ട്, അല്ലാതെ വേറൊന്നിനുമില്ല. യേശുവേ സ്തോത്രം, സ്തോത്രം. എന്റെ ബലഹീനതയെ എന്റെ ദൈവം ഏറ്റെടുത്തോളും, എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ ദൈവം ഏറ്റെടുത്തോളം എനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനവും ആ ഉറപ്പിൽ വേണം നിങ്ങൾ സ്ഥാപിക്കാൻ. ആ ഭവനവും ദൈവവിശ്വാസത്തിന്റെ ഉറപ്പില് എന്റെ ദൈവം എന്നെ തള്ളിക്കളയില്ല എന്ന ഉറപ്പ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയണം, ഭയപ്പെടുകയേ വേണ്ട. നന്മ ചെയ്യുമ്പോൾ ആരെക്കൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യം. എന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ട്, എന്തൊക്കെ ആകട്ടെ അവൻ ശക്തനാണ്. മനസ്സിലാക്കിയാൽ മതി. ഈ വിശ്വാസം ഉറപ്പുള്ളതാണ്. ഇപ്പോ ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഒരു മെഴുകുതിരി, ഒരു കുരിശില്ലാത്ത ഒരു ചെറിയ കുരിശെങ്കിലും, പൈസ ഇല്ലെങ്കിൽ ഒരു ചെറിയ കുരിശെങ്കിലും സ്വന്തമാക്കാൻ ശ്രമിക്കുക. വളരെ സിംബോളിക്കാണ്, ചിലപ്പോൾ നമ്മുടെ ആത്മാവിൽ ആഴത്തിൽ പതിയുന്നതാണ്. ഈ ഗാനത്തിനിടയിൽ ഒരു മെഴുകുതിരി, ഒരു ചെറിയ കുരിശെങ്കിലും കരസ്ഥമാക്കാൻ നോക്കുക. ഈ ഗാനം കഴിഞ്ഞ ഉടനെ തന്നെ ശുശ്രൂഷ ആരംഭിക്കും. ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമാ നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയും കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടില്ല മകനെ മകളെ, ഞാൻ നിന്റെ
എല്ലാവരും കുരിശെടുക്കുക. കുരിശ് വലത് കയ്യിൽ പിടിക്കുക. ഇത് ഇന്നത്തെ ശുശ്രൂഷയില് നിങ്ങളുടെ ആ അസ്വസ്ഥത മാറുമ്പോൾ വീട്ടിനകത്ത് മുഖത്തോട് മുഖം നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇല്ലെങ്കിൽ മുഖത്തോടെ മുഖം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈർഷ്യവും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പകയും ചുമ്മാ ഇരിക്കുന്ന ഭർത്താവിനോട് തോന്നും, ചുമ്മാ ഇരിക്കുന്ന ഭാര്യയോട് തോന്നും, മക്കളോട് തന്നെ പരസ്പരം തോന്നും. അങ്ങനെ വീട്ടിനകത്ത് ആകെപ്പാടെ കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് ആ വീട് നന്നായിരിക്കണമെങ്കിൽ വെള്ളം അടിച്ചാൽ നന്നാവൂല. വീട് നന്നാകണമെങ്കിൽ പെയിന്റ് അടിച്ചാൽ മാത്രം നന്നാവൂല. ആ വീട്ടിൽ എന്റെ ദൈവത്തെ പ്രതിഷ്ഠിക്കണം, അതേ പറ്റൂ. ആ യേശുവിനെ പ്രതിഷ്ഠിക്കുമ്പോ നിങ്ങളുടെ ഭവനം സാന്ത്വനമാകും, നിങ്ങളുടെ ഭവനം സന്തോഷമായി തീരും, നിങ്ങളുടെ ഭവനം ആനന്ദദായകമായി മാറും. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശു ആരാധന, ദൈവമേ ആരാധന, യേശു ആരാധന, ദൈവമേ ആരാധന, യേശു ആരാധന. ഇനി അല്പം ഉയർത്തിപ്പിടിക്കുക. കാരുണ്യവനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും മാതൃകയും ലക്ഷ്യവും തിരുക്കുരിശാണ്. തിരുക്കുരിശോളം സ്നേഹിക്കുവാൻ, കുരിശിൽ കിടന്ന് ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ച സ്നേഹമേ, ആ സ്നേഹം ഞങ്ങൾക്ക് ബലഹീനരായ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളും അത്തരത്തിൽ സ്നേഹത്തിലേക്ക് കടന്നിട്ടില്ല, അംശം പോലും കടന്നിട്ടില്ല. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമേ ഞങ്ങൾ സ്നേഹിച്ചിട്ടുള്ളൂ.
യേശുവേ, അത് കവിഞ്ഞ ശത്രുക്കളെ സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്റെ പൂർണിമയിൽ നിനക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. കരുണാമയനായ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ കനിയണമേ, കനിയണമേ. യേശുവേ കനിയണമേ, ദൈവമേ കനിയണമേ. പ്രിയപ്പെട്ടവരെ, കുരിശ് പതുക്കെ താഴ്ത്തുക. ഇതിങ്ങനെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. വീണ്ടും ഒരു തട്ട് എനിക്ക് തന്നിട്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതുപോലെ ചെയ്. എന്തിനെന്നറിയാവോ? നിങ്ങൾ ഈ കുരിശിനെ ഇടത് കൈയിലോട്ട് വയ്യ, ഇടത് കൈയിലോട്ട് ഇങ്ങനെ കിടത്ത്, ഇടത് കൈയിലോട്ട് കിടത്തിയ എന്നിട്ട് വലത് കൈ എടുക്ക. വലത് കൈ എടുത്ത് യേശുവിൻ്റെ ആ നെഞ്ചോട് മുഖത്തോട് ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ, യേശുവേ എന്നിൽ കനിയണമേ, നീ എൻ്റെ സ്നേഹമാണ് എന്ന് പറ. യേശുവേ, നീ എന്നിൽ കനിയണമേ, നീ എൻ്റെ സ്നേഹമാണ്. നീ ക്ഷമിച്ചതുപോലെയും നീ സഹിച്ചതുപോലെയും നീ സ്നേഹിച്ചതുപോലെയും എന്നെയും എൻ്റെ കുടുംബത്തെയും സ്നേഹത്തിൽ വാഴ്ത്തണമേ കർത്താവേ. സ്നേഹത്തിൽ ആഴ്ത്തി പരസ്പരം സ്നേഹിച്ച്, പരസ്പരം ആദരിച്ചും, പരസ്പരം ബഹുമാനിച്ചും ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ, എൻ്റെ കുടുംബത്തെ പ്രാപ്തരാക്കണമേ കർത്താവേ. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ പൊന്നു കർത്താവേ. ഈ സ്നേഹത്തിനിടയിൽ ഒരു ദുഷ്ടശക്തിയും കടന്നു വരാൻ അനുവദിക്കരുത് കർത്താവേ, അനുവദിക്കരുത്. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം. യേശുവേ അനുവദിക്കരുത്. എൻ്റെ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. യേശുവേ, അങ്ങ് ത്യാഗോജ്ജലമായി ബലിയർപ്പിച്ച, ജനത്തെ രക്ഷിച്ച, ലോകത്തെ വീണ്ടെടുത്ത അതേ തിരുക്കുരിശിനെ ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ. ഈ തിരുക്കുരിശിന്റെ മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ, ഈ തിരുക്കുരിശിന്റെ മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ, ഈ തിരുക്കുരിശിന്റെ മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി ദൈവമേ, നന്ദി. ആരാധന യേശുവേ, ആരാധന ദൈവമേ, ആരാധന പരിശുദ്ധനെ, ആരാധന. നന്ദി കർത്താവേ, നന്ദി 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 നന്ദി. ഇനി കുരിശിനെ വീണ്ടും ഉയർത്തിപ്പിടിക്കുക. കാരുണ്യവാനായ ദൈവമേ, പരമപരിശുദ്ധനായ യേശുവേ, നിനക്കാരാധന. അങ്ങയുടെ തിരുക്കുരിശിലൂടെ ഞങ്ങളെ രൂപപ്പെടുത്തുവാൻ അങ്ങ് കനിയണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നിനക്കാരാധന, നിനക്ക് സ്തുതി, സ്തോത്രം, നിനക്ക് മഹത്വം എന്നും ഉണ്ടായിരിക്കട്ടെ. എന്റെ കർത്താവേ, എന്റെ യേശുവേ, അങ്ങ് സഹിച്ച വേദനകളെല്ലാം, അതിലൂടെ ഞങ്ങളുടെ വേദനകളെയും നീ ഏറ്റെടുക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ സർവ്വവേദനകളും ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയാൽ ചെയ്തു പോയ പാപങ്ങളിൽ പരിഹാരമായി അങ്ങയുടെ തിരുശിരസിൽ മുൾക്കിരീടം അണിയിച്ച് ആ വേദനയിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ചിന്താ ദൂഷ്യങ്ങളും എടുത്തു മാറ്റണമേ കർത്താവേ. യേശുവേ, ഞങ്ങളുടെ ഹൃദയം കല്ലായി പോയിട്ടുണ്ട്. സ്നേഹിക്കാൻ ഉതകാത്ത രീതിയിൽ വെറും കച്ചവടത്തിന് വേണ്ടി മാത്രം യേശുവേ, ഞങ്ങളുടെ ഹൃദയം കല്ലായി പോയിട്ടുണ്ട് കർത്താവേ. നിന്റെ ഹൃദയത്തിൽ ഇതാ കുന്തം കൊണ്ട് കുത്തപ്പെട്ട് ഹൃദയം തുറക്കപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി രക്തവും ജലവും ഒഴുകിയ സ്നേഹമേ, ഇതാ ഞങ്ങളുടെ ഹൃദയത്തെയും അങ്ങ് വിശുദ്ധീകരിക്കുവാൻ അങ്ങ് കനിയണമേ കർത്താവേ. എന്റെ കർത്താവേ, അങ്ങയുടെ കൈകളില് ആണികളാൽ തറയ്ക്കപ്പെട്ട് കഠിന വേദന അനുഭവിച്ചുവല്ലോ കർത്താവേ. ഞങ്ങളുടെ ഈ കരങ്ങളിലൂടെ നന്മ മാത്രം ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും നന്മയിൽ വളരുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവേ, ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഒരു തിന്മയും ചെയ്യുവാൻ അങ്ങ് അനുവദിക്കരുതേ കർത്താവേ. നിനക്കാരാധന, ഒരു തെറ്റും ചെയ്യുവാൻ അനുവദിക്കരുത്, ഒരു തിന്മയും ചെയ്യുവാൻ അനുവദിക്കരുത്. എന്റെ കർത്താവേ, നിനക്കാരാധന. യേശുവേ, അങ്ങയുടെ നെഞ്ചിന് പറ്റിയ മുറിവുകളിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ രോഗവും, കരളിന്റെ രോഗവും, ലങ്സിന്റെ രോഗവും, ശ്വാസകോശത്തിന്റെ രോഗവും, തൊണ്ടയുടെ രോഗവും എല്ലാം എടുത്തു മാറ്റണമേ കർത്താവേ. നിനക്കാരാധന. ഞങ്ങളുടെ ഭവനത്തിൽ ശക്തിയേറിയ തിരുക്കുരിശിന്റെ
തിരുക്കുരിശിന്റെ സ്ഥാപനം സംഭവിക്കുവാൻ കൃപ ചൊരിയണമേ. അങ്ങ് യേശുവേ ഞങ്ങൾ തിരുക്കുരിശിനെ സ്ഥാപിക്കുവാനും ആശീർവദിക്കുവാനും കൃപ ചൊരിയണമേ. എന്റെ കർത്താവേ, നിനക്ക് ആരാധന, യേശു ആരാധന, ദൈവമേ ആരാധന, കരിവുള്ള ദൈവമേ ആരാധന, യേശു ആരാധന. ദൈവമേ, ശിരസ് മുതൽ പാദം വരെ അങ്ങ് മുറിവുകളേറ്റു, ചാട്ടവാറടിയിലൂടെ മുറിവുകളേറ്റെടുത്തുവല്ലോ. യേശുവേ, ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ ചർമ്മരോഗങ്ങളും എല്ലാ ദുഷിച്ച രോഗങ്ങളും എല്ലാം എടുത്തു മാറ്റി യേശുവേ നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, കഴുകണമേ, കഴുകണമേ. ഹല്ലേലൂയ. യേശു ആരാധന, ദൈവമേ ആരാധന, യേശു ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധനെ ആരാധന, യേശു ആരാധന, ദൈവമേ ആരാധന, യേശു ആരാധന, യേശു സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശു സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശു സ്തോത്രം, യേശു സ്തോത്രം, യേശു സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശു സ്തോത്രം, ദൈവമേ ആരാധന, യേശു ആരാധന, ദൈവമേ ആരാധന, യേശു ആരാധന, ദൈവമേ ആരാധന, യേശു ആരാധന. ഞങ്ങൾ കനിയണമേ കർത്താവേ, ഞങ്ങൾ കനിയണമേ ദൈവമേ, യേശുവേ കനിയണമേ, പരിശുദ്ധനെ കനിയണമേ. നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ കർത്താവേ, നിനക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ ദൈവമേ, നിനക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ യേശുവേ, നിനക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധനെ നിനക്ക് ആരാധന, നിനക്ക് ആരാധന, നിനക്ക് ആരാധന, നിനക്ക് ആരാധന. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി പരിശുദ്ധനെ, നിനക്ക് ആരാധന. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ യേശുവേ, പരമപിതാവേ, നിനക്ക് സ്തുതി സ്തോത്രം. യേശു ആരാധന, ദൈവമേ ആരാധന. എന്റെ കർത്താവേ സ്തുതി, എന്റെ ദൈവമേ സ്തുതി, എന്റെ കർത്താവേ സ്തോത്രം. യേശു ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. എന്റെ കർത്താവേ സ്തുതി, നിനക്ക് സ്തുതി സ്തോത്രം. യേശുവേ സ്തുതി സ്തോത്രം, യേശു ആരാധന. ഞങ്ങളെ കനിയണമേ, ഞങ്ങളെ കനിയണമേ, കനിയണമേ. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശു ആരാധന, ദൈവമേ ആരാധന, യേശു ആരാധന. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ. യേശുവേ നിനക്ക് ആരാധന, യേശു ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി ദൈവമേ, നന്ദി യേശുവേ, ദൈവമേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങളുടെ കൈകളിലിരിക്കുന്ന കുരിശിനെ ആശീർവദിക്കുകയാണ്. കാരുണ്യവാനായ ദൈവമേ, ഇവരുടെ ഭവനത്തില് ഇത് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം കൊടുക്കുന്നവന് ഈ തിരുക്കുരിശിനെ, അവരുടെ കൈകളിലിരിക്കുന്ന കുരിശിനെ അങ്ങ് ആശീർവദിക്കണമേ. യേശുവേ, ഇവരുടെ ഭവനങ്ങളിൽ അകത്തേക്ക് ദുഷ്ടചിന്ത പിടിച്ചവരാരും ഇവരുടെ ഭവനത്തിൽ കയറാതിരിപ്പാൻ ഈ ഭവനത്തെ കാക്കുന്നതിന് യേശുവേ, ഇവരുടെ കൈകളിലിരിക്കുന്ന തിരുക്കുരിശിനെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരമപിതാവേ, നിനക്ക് ആരാധന. ഞങ്ങളുടെ രോഗങ്ങള് എല്ലാം ഈ തിരുക്കുരിശിനാൽ അകന്നു പോകുവാൻ തിരുക്കുരിശിനാൽ ഇവരുടെ കരങ്ങളിലിരിക്കുന്ന കുരിശിനെ ആശീർവദിക്കണമേ. കരുണാമയനായ ദൈവമേ, വെളിയിൽ വരുന്ന സർവ്വമാരക രോഗങ്ങളും സർവ പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ മോചിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധമായ തിരുക്കുരിശ് ഞങ്ങളുടെ ഭവനത്തിനകത്ത് ശക്തിയോടെ പ്രതിഷ്ഠിക്കുന്നതിന് യേശുവേ, ഇവരുടെ കൈകളിലിരിക്കുന്ന കുരിശിനെ അങ്ങ് തന്നെ കനിഞ്ഞ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവേ, ഒപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ കയറുമ്പോൾ ഉണർവും ജീവനും ചൈതന്യവും ശക്തിയും ലഭിക്കുന്നതിന് യേശുവേ, ഞങ്ങളുടെ ഭവനത്തിൽ പ്രതിഷ്ഠിക്കുവാൻ പോകുന്ന ഈ കുരിശിനെ അങ്ങ് തന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. യേശുവേ, ഈ കുരിശിനെ, ഈ ഇവരുടെ കരങ്ങളിലിരിക്കുന്ന കുരിശിനെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളുടെ കൈകളിലിരിക്കുന്ന കുരിശുകൾ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശു ആരാധന, ദൈവമേ ആരാധന. യേശു വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ കുരിശ് വീട്ടിൽ ഭക്തിയോടെ പ്രതിഷ്ഠിക്കാൻ പരിശ്രമിക്കുക. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശു ആരാധന, ദൈവമേ ആരാധന, യേശു ആരാധന. അടുത്തതായി മെഴുകുതിരി എടുക്കുക. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. യേശുവിൻ്റെ
ജീവചൈതന്യവും ശക്തിയും നമ്മുടെ ഭവനത്തിൽ ഈ തിരുക്കുരിശ് വയ്ക്കുമ്പോൾ മാത്രമല്ല, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനം തുറന്നു കഴിഞ്ഞു. ഇനി അടുത്ത ആ ഭവനത്തിൽ യേശുവിൻ്റെ പ്രകാശം കൂടെ കടക്കുന്നതിന് നിങ്ങളുടെ ആത്മാവിൽ ആദ്യം തിരുക്കുരിശിൻ്റെ മുന്നിൽ ഈ പ്രകാശം പ്രകാശിക്കുന്നു എന്ന് ആത്മാവിൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. യേശുവിൻ്റെ സ്നേഹമാകുന്ന തിരുക്കുരിശ്, യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശമാകുന്ന ഈ മെഴുകുതിരി പ്രകാശം നമ്മുടെ ഭവനത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുവാൻ കനിയണമെന്ന് പ്രാർത്ഥിക്കുക. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം. എല്ലാവരും തിരികൊളുത്തി അത് മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കുക. ശത്രുവിനെ പോലും സ്നേഹിച്ച മിത്രമാക്കുന്ന യേശുവിന്റെ സ്നേഹം നമുക്ക് സ്വന്തമാക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. നമ്മുടെ ബലഹീനതയെല്ലാം മാറ്റി എന്റെ ദൈവം നിത്യജീവന്റെ പ്രകാശവും നിത്യജീവന്റെ അടയാളമായ തിരുക്കുരിശും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ സ്ഥാപിക്കുവാൻ കനിയണമേ. നിന്റെ സ്നേഹ ചൈതന്യം ഞങ്ങളുടെ കുടുംബത്തിൽ എരിഞ്ഞ് ചന്ദ്രനേക്കാളും സൂര്യനേക്കാളും പ്രകാശം പരത്തുവാൻ, ആത്മീയ പ്രകാശമായി ജ്വലിച്ചെരിയുവാൻ എന്നും ഞങ്ങളുടെ ഭവനത്തെ നിനക്ക് സമർപ്പിക്കുന്നു. നിന്റെ പ്രകാശത്താൽ ഞങ്ങളുടെ ഭവനം പൂർണ്ണമായും വെളിച്ചമായി തീരുവാൻ, സർവ്വ അന്ധകാര ബന്ധനങ്ങളും അകന്നു പോകുവാൻ യേശുവേ അങ്ങയുടെ പ്രകാശത്തെ അങ്ങ് ആശീർവദിച്ച് ഒരിക്കലും പൊലിയാത്ത ആത്മദീപമായി ഞങ്ങളുടെ ഭവനത്തിൽ എരിഞ്ഞ് ഇന്ന് തന്നെ എല്ലാ ബന്ധനങ്ങളെയും തകർത്ത് ഞങ്ങൾ ഓരോരുത്തരെയും പുതു വ്യക്തികളായി ആത്മസന്തോഷത്തിന്റെ നിറവ് ഞങ്ങൾക്ക് നൽകി എല്ലാ തടസ്സങ്ങളും, എല്ലാ വെറുപ്പും, എല്ലാ വിദ്വേഷവും എല്ലാം അകറ്റപ്പെട്ട് അങ്ങേയറ്റം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. നിനക്ക് ആരാധന, യേശു ആരാധന, ദൈവ്യാരാധന. എല്ലാവരും തിരിയുയർത്തിപ്പിടിക്കുക. യേശുവിൻ പ്രകാശം, ദൈവത്തിനു സ്തോത്രം. യേശുവിൻ പ്രകാശം, ദൈവത്തിനു സ്തോത്രം. യേശുവിൻ പ്രകാശം, ദൈവത്തിനു സ്തോത്രം. കാരുണ്യവനായ ദൈവമേ, നിന്റെ സ്നേഹ ചൈതന്യത്തിന്റെ അഗ്നിയുടെ തിളക്കമായി ഞങ്ങളുടെ ആത്മാവിലേക്ക് യേശുവേ ഇത് നിറയുവാൻ നീ കനിയണമേ. ധാരാളം അത്ഭുതങ്ങൾ നടത്തണമേ കർത്താവേ. നിന്റെ സ്നേഹ ചൈതന്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. നിനക്ക് ആരാധന. നിന്റെ പരിശുദ്ധാഗ്നിയാൽ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ അക്രമങ്ങളും എല്ലാം വെണ്ണീറായി ഞങ്ങൾ പുതിയ മനുഷ്യരായി മാറ്റുവാൻ കഴിയണമേ. ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും എടുത്തു മാറ്റുവാൻ കഴിയണമേ. യേശുവേ ആരാധന, ആരാധന, പരിശുദ്ധനെ ആരാധന, എന്റെ കർത്താവേ ആരാധന, എന്റെ ദൈവമേ ആരാധന, എന്റെ യേശുവേ